ഇടക്കൊക്കെ കൈ ഇങ്ങനെ മൈലാഞ്ചി ചോപ്പിൽ കാണാനായിട്ട് എനിക്കൊരു പൂതിയാ. ഉമ്മ പണ്ട് എപ്പോഴും പറയും അവനവന്റെ ഇഷ്ടങ്ങൾ സ്വയം പഠിച്ചു കഴിഞ്ഞാൽ പൂതി വരുമ്പം ആരുടെയും കൈയും കാലും പിടിക്കേണ്ടെന്ന്. ശരിക്കും അതാണ് ഇൻഡിപെൻഡൻസി എന്ന് ഒരു തരത്തിൽ ആലോചിച്ചാൽ അതും ശരിയല്ലേ. അങ്ങനെ മൈലാഞ്ചിയോടുള്ള എന്റെ ഇഷ്ടം മാനിച്ചു മാത്രമാണ് ഞാൻ മൈലാഞ്ചി ഇടാൻ പഠിച്ചത്. കാണുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്ന പല ഡിസൈനുകളും നല്ല എളുപ്പമാണ് ഇടാനായിട്ട്. പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത് ഈ ഒരു റെഫറൻസ് കാണുമ്പം ഇടാൻ പറ്റൂല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത്യാവശ്യം അടിപൊളിയായിട്ട് ഇട്ട് തീർക്കാൻ പറ്റിയെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഏകദേശം 2 മണിയോളം ഇരുന്നിട്ടാണ് തീർത്തത്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോ നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഓർഗാനിക്കിന്റെ ഹെന്നയാണ് സാധാരണയായിട്ട് ഞാൻ യൂസ് ചെയ്യാറ്. അത് കിട്ടാതെ വരുമ്പോൾ കടയിൽ 10 രൂപക്ക് കിട്ടുന്ന നമ്മുടെ പച്ച കളർ കൂടുതലെ സിംഗ് മൈലാഞ്ചി ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യാറ്. കഴുകി കളഞ്ഞപ്പോ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ചോന്നിട്ടുണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കയ്യിൽ ഇതിട്ട് കാണാനായിട്ട്. ചിത്രം വരെയല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കിത്താന്ന് പറയുന്നവരോട് കുഴപ്പമില്ലാതെ ഹെന്ന ഇടാനും അറിയാട്ടോ. ഹെന്ന ബൈ ഹൈറ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പുതിയ പേജ് തുടങ്ങിയിട്ടുണ്ട്. വർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.